ഫാൻ ഓഫ് ചെയ്യട്ടെ. നമ്മൾ ഇന്നൊരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിന്ന് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ഞാനിന്നൊരു ട്രഡീഷണൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റീലാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂംസും ഓർണമെൻറ്റ്സും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും എങ്ങനത്തതാണ് എന്ന്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനത്തെ കുറച്ച് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ അത് വള മാല കമ്മൽ എല്ലാം ഞാൻ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് സാരീസൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ എന്തിനാണെന്ന്. ഹെയർ എക്സ്റ്റൻഷൻ വേണം, അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രിയായി കേട്ടോ ഏകദേശം. ചിലപ്പോൾ നമുക്കിത് ഈ ഒരു സാധനം ആവശ്യം വരും കേട്ടോ. ഇത് പാഡാണ്, നമുക്ക് ബ്രസ്റ്റ് പാഡാണ്. ഞാൻ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസൊക്കെ ഇടുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടൈപ്പാട്ടോ. ചിലപ്പം ഞാനതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7 മണിയായി. ഈ ടൈമാണ് എനിക്ക് ഞാനിന്ന് ഫുള്ളും ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്തൊക്കെയോ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ എണീക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്. ഇന്ന് കുറച്ച് ഞാൻ നോർമൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാം ഒരു ട്രയലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയൊക്കെയാണ്. നമുക്ക് തുടങ്ങിയാലോ. പിന്നെ നമുക്ക് ഒരു സാധനം വേണം, അരഞ്ഞാണം വേണം ഒരു കോസ്റ്റ്യൂമിന്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാട്ടോ ഫുൾ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട, ഞാൻ കുറച്ച് ദിവസം അവിടെ ഇല്ലായിരുന്നു, വീട്ടിലിരുന്നില്ലായിരുന്നു, എൻ്റെ കന്നത്തിരുവിളാട്ടോ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഫുൾ ലുക്ക് ഇതാണ്. നമ്മുടെ ഫേസ് മേക്കപ്പ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ആ വീഡിയോ ഞാൻ കാണിക്കാത്ത. പിന്നെ വലിയ പൊട്ട് വെച്ചിട്ടുണ്ട്. ബാക്ക് വരുമ്പോഴത്തെ ഇങ്ങനെ കേട്ടോ വാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ബാക്ക് ഞാൻ വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ ബാക്കി എല്ലാം വെച്ചിട്ടുണ്ട്, മാല ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ എന്തായാലും ലുക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നമ്മൾ ആ ബ്രസ്റ്റിൽ കെട്ടി വെച്ചത് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ ധോത്തി പാൻറ്റ് പോലെ കേട്ടോ താഴെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കെട്ടി വെച്ചേക്കുന്നത്. അത് പെട്ടെന്ന് ഊരിയൊന്നും പോകത്തില്ല, നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ ഈ നെഞ്ചത്ത് കെട്ടിയതും അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ എന്തിനാ ആവശ്യമെന്ന് പറഞ്ഞത്, നമുക്ക് ഈ ഫാൻ ഉണ്ടല്ലോ, ഫാനിൻ്റെ മേലിൽ ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ തുണി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെയും മേലിൽ കയറുന്നു, വീണ്ടും വലിച്ചു വെക്കുന്നു. ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ, അൺസഹിക്കബിൾ ചൂടാണ്. ആ ചൂടിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. എൻ്റെ സൗണ്ട് ഏകദേശമൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ വീണ് പോവും. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഈ മാല എൻ്റെ തിരുവാതിരയുടെ പാലയ്ക്ക മാല കേട്ടോ, ഭയങ്കര ഹെവി മാലയാണ്. ഏകദേശം ഒരു 500 റുപ്പീസാണ് ഇതിനെന്ന് പറയുമ്പോഴത്തേക്ക്. ഭയങ്കര രസമാണ് ഈ മാല ഇടുമ്പോൾ. ഈ ഒരൊറ്റ മാല മതിയും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. എനിക്ക് റെഡിയായി കഴിഞ്ഞാൽ അപ്പോൾ ഷൂട്ട് ചെയ്യണം കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് മേളിലത്തെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് ഞാൻ ഫ്രണ്ടിലൊരു ഫാൻ വെച്ചിട്ടുണ്ട്, അത് കാരണം ഇങ്ങനെ പറന്ന് പന്തലിച്ചിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ സെറ്റ് ചെയ്ത് ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ വേറെ സെറ്റപ്പുകളെന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഭയങ്കരമായിട്ട് നമുക്ക് നല്ല വീർത്താട്ടോ. നമുക്ക് ഇത്രയും ഒരു 2000 റുപ്പീസാണ് ആ ഒരു കാശിന്. നല്ല വീർത്താണ് ഈ ഒരു ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. എൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം, ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഭയങ്കര നല്ല ലൈറ്റാണേ. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഫാൻ മാത്രം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ചൂട് സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓണാക്കാൻ വേണ്ടിയാണ്. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ബ്ലൂടൂത്തിലാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും പിക്സൊക്കെ എടുക്കുന്നതും കേട്ടോ. ഈ ബ്ലൂടൂത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇതങ്ങനെ എടുക്കും. അല്ലാണ്ട് ഇത്രയും നീക്കി വയ്ക്കുമ്പോഴത്തേക്ക് വെക്കുന്നു ഭയങ്കര ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രമാണ് എൻ്റെ ഷൂട്ടിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. ബാക്കി എഡിറ്റിങ്ങിലാണ്, ഫോട്ടോസ് ആയാലും റീലാണെങ്കിൽ ബാക്കി എഡിറ്റിങ്ങിൽ കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഞാൻ എൻ്റെ റീലും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് റീലെടുത്ത് തുടങ്ങാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ട്രഡീഷണൽ ലുക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. എനിക്കത് നന്നായിട്ട് വരും എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര തൃപ്തി, അങ്ങനത്തെ ഒരു തോന്നത്തില്ലേ, അങ്ങനത്തെ ഒരു തോന്നും കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. ഞാൻ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ട്രഡീഷണൽ അറ്റയറൊക്കെ ഇടുമ്പോൾ, ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്കത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രഡീഷണൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നതും
ഭയങ്കര മൈൻഡ് ഹാപ്പി ആയിട്ട് ചെയ്യുന്നതും ഞാൻ ഈ ട്രഡീഷണൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് മോഡേൺ ഡ്രസ്സിനെക്കാളും കൂടുതൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷണൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും ഇത് റിമൂവ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയാണ് കേട്ടോ. കുറേ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു 10-30 സെക്കൻഡൊക്കെ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ വേറെ വീണ്ടും കാണാം. ബൈ, ലവ് യു. നോക്കട്ടെ അമ്മയെ നോക്ക്. ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞാലുള്ള ആഫ്റ്റർ എഫക്റ്റാണ് ഇത്. ഇതൊക്കെ ഞാൻ ഇനി തപ്പിപ്പറക്കി എല്ലാം അടുക്കി പറക്കി ഒക്കെ വെക്കണം. ഈ ചുന്തിരിക്കുട്ടി എല്ലാം എടുത്തിടി, ചുന്തിരിക്കുട്ടി അല്ലേ, കുഞ്ഞിനിട്ടല്ലേ.